പ്രൈം ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആധാറിൻ്റെയോ പാൻ കാർഡിൻ്റെയോ മറ്റേത് ഡോക്യുമെൻറ്റിൻ്റെയോ ഫോട്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെടുത്തിട്ട് MS വേർഡിൻ്റെ സഹായത്താൽ PDF ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മൊബൈൽ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ബ്ലൂടൂത്ത് ഉപയോഗിച്ചോ ഡേറ്റ കേബിൾ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ആധാറിൻ്റെ ഫോട്ടോയാണിത്. സൈഡ് 1ഉം സൈഡ് 2ഉം. അതിനുശേഷം MS വേർഡ് ഓപ്പൺ ചെയ്യുക. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. അതിനുശേഷം ഈ ഡോക്യുമെൻറ്റിൻ്റെ സൂം ലെവൽ കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് 100%ലാണ് കിടക്കുന്നത്. ഈ ലെവലിൽ കിടക്കുമ്പോൾ ഈ ഫുൾ പേജ് നമുക്ക് ഈ സ്ക്രീനിൽ ഒന്നിച്ച് കാണാനായിട്ട് സാധിക്കുകയില്ല. നമ്മളിതുപോലെ സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ ഈ ബാർ ഉപയോഗിച്ച് മുകളിലോട്ടോ താഴേക്കോ വരുമ്പോഴാണ് ഈ ഫുൾ പേജ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എടുത്ത ഡോക്യുമെൻ്റ് ഒരു പേജിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് വരുന്നതെന്ന് അറിയാനായി ഈ പേജ് ഫുള്ളായിട്ട് നമുക്ക് വ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂം ലെവൽ കുറച്ച് കൊടുക്കുന്നത്. ഒന്നുകിൽ ഈ സൂം സ്ലൈഡർ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് സൂം ലെവൽ കുറയ്ക്കാം. അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമുള്ള മാർഗം ഈ 100% എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് സൂം ലെവൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു 50% സെറ്റ് ചെയ്യാം. ഈ ആരോ ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഓരോ ലെവൽ വെച്ചായിരിക്കും കുറഞ്ഞു വരുന്നത്. അതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാം. നമുക്കിപ്പോൾ ഇവിടെ 50 എന്നങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് 50 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഫുൾ പേജ് നമുക്ക് ഈ ഒറ്റ സ്ക്രീനിൽ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ 2 ഫോട്ടോസ് നമുക്ക് ഇങ്ങോട്ടൊന്ന് കോപ്പി ചെയ്തിടാം. അതിനായി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യാം. മാക്സിമൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 പേജ് ഓപ്പൺ ആയി. കാരണം ഈ എടുത്ത ഫോട്ടോയുടെ സൈസ് അത്രയ്ക്കും വലുതാണ്. ഒരു പേജിൽ അത് നിൽക്കുകയില്ല. ഇപ്പോൾ നമുക്ക് ഈ ഫോട്ടോയുടെ സൈസ് കുറച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ ഈ ഫോട്ടോ താനെ ഈ പേജിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് കാണാം. സൈസ് കുറയ്ക്കാനായി ഈ ഫോട്ടോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിൻ്റർ ഈ കോർണറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഡബിൾ സൈഡഡ് ആരോ പോലെ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ട ശേഷം മൗസ് ഡ്രാഗ് ചെയ്ത് ഈ ഫോട്ടോയുടെ സൈസ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. സൈസ് കുറഞ്ഞപ്പോൾ മറ്റേ ഫോട്ടോയും ഈ പേജിലേക്ക് വന്നു. ഇനി ഈ ഫോട്ടോയും നമുക്ക് ഇതിൻ്റെ സൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് കോർണറിലേക്ക് വന്ന് ഡ്രാഗ് ചെയ്ത് സൈസ് മാറ്റുക. ഇനി ഇവ രണ്ടും നമുക്ക് സെൻട്രലൈസ് ചെയ്യണം. അതിനായി ഒന്നി കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മറ്റൊരു ഫിംഗർ വെച്ച് A എന്ന കീ പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് 2 ഫോട്ടോസും കൂടി ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ സെൻട്രലൈസ് കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ ഈ പേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതല്പം മുകളിലേക്കാണ് നിൽക്കുന്നത്. ഈ പേജ് നമുക്ക് ഫുള്ളായിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നത്. ആദ്യം മുകളിലത്തെ ഫോട്ടോ നമുക്ക് താഴേക്ക് നീക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ 2 ഫോട്ടോയും ഒരുമിച്ചായിരിക്കും താഴേക്ക് വരുന്നത്. അതിനായി ഈ ഫോട്ടോയുടെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ ഒരു 2 തവണ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇവിടുത്തെ ഗ്യാപ്പ് അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം. അതിനായി ഈ സെക്കൻഡ് ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇതേപോലെ എൻ്റർ കീ ഒരു 2 or 3 തവണ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായി ഈ ഐക്കൺ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഫയലിൽ നിന്നും സേവ് ആസ് എടുത്താലും മതി. ഇത് നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഇവിടെ ഡോക്യുമെൻ്റ് 1 എന്നാണ് പേര് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആധാർ എന്ന് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഇവിടെ ഇപ്പോൾ സേവ് ആസ് ടൈപ്പ് വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് മാറ്റി PDF ആക്കി കൊടുക്കാം. അതിനായി ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും PDF സെലക്ട് ചെയ്യുക. പിന്നീട് സേവ് കൊടുക്കുക. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന വേർഡ് ഡോക്യുമെൻ്റ് ആണ്. അത് നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ആധാർ PDF ഫോമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സൂം ലെവൽ 139% കിടക്കുകയാണ്. 100% ആക്കി വ്യൂ ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യാം.
നമുക്ക് പലപ്പോഴും ഇതുപോലെ ആധാറും പാൻ കാർഡും ഒക്കെ PDF ആയി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത് ഈസിയായി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് കാണാം 150 KB ആണ്. കൂടുതലും എല്ലായിടത്തും ഒരു 500 കിലോബൈറ്റിന് താഴെയുള്ള PDF ഡോക്യുമെൻ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ നമുക്ക് 150 KB ഉള്ളൂ, അപ്പോൾ സൈസിന് പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ചെയ്ത ശേഷം ഒരു പെൻ ഡ്രൈവിലോ മറ്റോ സേവ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.